ഒരു ടിപ്പിക്കൽ കേരള ഡയറ്റ് ഒരു മലയാളിയുടെ ഭക്ഷണം അവനിന്ന് രോഗിയാക്കുന്നുണ്ടോ? ചിന്തിക്കുന്ന തെറ്റില്ല. കാരണം ഇന്ന് മെറ്റബോളിക് രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, അമിതവണ്ണം, ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുള്ള നിരവധി രോഗങ്ങൾ ഭയാനകമായ രീതിയിൽ വളരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഇന്നത്തെ ഭക്ഷണക്രമത്തിൽ എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് എവിടെയാണ് നമുക്ക് ഭക്ഷണത്തിൽ തെറ്റിയത്, ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പരിഹരിക്കാം, ഇതിനൊരു പരിഹാരമുണ്ടോ, നിങ്ങളുടെ ഒരു ഭക്ഷണക്രമം എങ്ങനെ ആയിരിക്കണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ ശാസ്ത്രവും അതിൻ്റെ പരിഹാരവുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ എന്താണ് പിഴച്ചത് നമുക്ക് നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് കേരള ഡയറ്റ്, ഞാൻ എന്നെ വിളിക്കുന്നത് SKD എന്നാണ്. അമേരിക്കക്കാർ എന്നെ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് അമേരിക്കൻ ഡയറ്റ്, സാഡ് എന്നാണ് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കേരള ഡയറ്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു മലയാളിയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം, ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ്? ഒരു 2-3 ദോശ, അല്ലെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ അപ്പം, അല്ലെങ്കിൽ പത്തിരി, അല്ലെങ്കിൽ ഇടിയപ്പം, അല്ലെങ്കിൽ 2-3 ചപ്പാത്തി. ഇത് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കറികൾ, അത് ചിലപ്പോൾ ചട്നി ആയിരിക്കാം, സാമ്പാറായിരിക്കാം, കടലക്കറി ആയിരിക്കാം, മുട്ടക്കറി ആയിരിക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ചിക്കനോ ഫിഷോ എന്തെങ്കിലും ആയിരിക്കാം. പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ 2-3 ഇഡ്ഡലിയോ ദോശയോ അകത്താക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് പരിഷ്കാരം വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നിരവധി ആൾക്കാർ ഈ ഇഡ്ഡലിയും പുട്ടും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് റാഗിയും മില്ലറ്റും പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ കുറച്ചൊരു ന്യൂ ജനറേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ചും യുവജനങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള കുറച്ച് പരിഷ്കാരമുള്ള ഡയറ്റാണ്. അതൊരു സ്മൂത്തിയാണ്. അത് ചിലപ്പോൾ പാലോ യോഗട്ടോ, ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ഓട്സും കുറച്ച് നട്ട്സും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കൊണ്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സ്മൂത്തിയാണ്. ഇനി നമുക്ക് ഉച്ചഭക്ഷണം എന്താ നോക്കാം. മിക്ക ആൾക്കാർക്കും ഇഷ്ടം പാലക്കാടൻ മട്ട അരിയാണ്. നമുക്ക് അരിയോട് വല്ലാത്ത ഒരു വിധേയത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു അഡിക്ഷനുണ്ട്. ശരിയാണ്, നമുക്കത് തരുന്ന ഒരു ഇമോഷണൽ ഫീല് വളരെ വളരെ വലുതാണ്. ഇനി മലബാറുകാർക്ക് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള അവർക്ക് ഇഷ്ടം മട്ട അരിയേക്കാളും കൂടുതൽ പൊന്നി അരിയാണ്. എന്തായാലും ഈ ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുന്ന് പോലെ കൂട്ടിയിടുക, 2 കുഴികൾ കുഴിക്കുക, ഒരു കുഴിയിൽ കറി ഒഴിക്കുക, ചിലപ്പോൾ സാമ്പാറോ അല്ലെങ്കിൽ മറ്റേ കുഴിയിൽ മീൻ കറി ആയിരിക്കാം. ഇവിടെ കറികളുടെ പ്രസക്തി എന്താണ്? കറികളുണ്ടാവും, പക്ഷേ പ്രധാനമായിട്ടും കറികളുടെ ഉദ്ദേശം ഈ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കറികൾ നമ്മൾ വിളമ്പുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കറികൾ കൊണ്ടുവച്ചെന്ന് വിചാരിക്കുക, കുറച്ച് അവിയലും പിന്നെ തോരനും അതുപോലത്തെ കുറച്ച് കറികൾ കൊണ്ടുവച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കും. എന്തിനായിരിക്കും കാത്തിരിക്കുന്നത്? ചോറ് വരട്ടെ. കാരണം ചോറ് തിന്നാനാണല്ലോ ഈ കറികൾ. പിന്നെ കുറച്ചൊരു മാറ്റം വന്നിട്ടുള്ളത്, ഇപ്പോൾ പലരും കോൺഷ്യസ് ആയിട്ട് ചോറിൻ്റെ അളവ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഹെൽത്ത് കൺസേണിൻ്റെ ഭാഗമായിട്ട്. എന്നാലും ചോറും കറികളും മലയാളികളുടെ ഇഷ്ട ലഞ്ച് തന്നെയാണ്. കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു 2-3 ചപ്പാത്തിയിലോട്ട് മാറിയിട്ടുണ്ട്. ചോറ് തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചപ്പാത്തിയിലോട്ട് മാറി. പിന്നെ വരുന്നത് നമ്മളുടെ ഡിന്നറാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ രാത്രി ഭക്ഷണത്തിൽ മലയാളി കുറച്ച് വിനയം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അതിനുള്ളൊരു ഇമോഷണൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും കടിച്ച് പിടിച്ചൊരു 2-3 ചപ്പാത്തിയോ, അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഓട്സ് കലക്കി കുടിക്കുകയോ, ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ. ഈ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഈ ഭക്ഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദു, സെൻട്രൽ എലമെൻ്റ് എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. അരിയും ഗോതമ്പും മില്ലറ്റുകളും ഓട്സും അടങ്ങുന്ന ധാന്യങ്ങളാണ് സെൻട്രൽ എലമെൻറ്റ്. ഒരുപക്ഷെ ഇത്തരമൊരു ഭക്ഷണ രീതി പിന്തുടരാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ കുറേ ശക്തമായ ഫിലോസഫി നമ്മുടെ കൂടെയുണ്ട്. പലരും ചോദിക്കുന്നൊരു ചോദ്യം, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ തന്നെ അല്ലേ നമ്മൾ നേരത്തെയും കഴിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ എന്താ അതിനകത്ത് കുഴപ്പം? പണ്ടൊന്നും ആൾക്കാർക്ക് ഇത്രമാത്രം രോഗങ്ങൾ വന്നിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലോട്ടും പഞ്ചാബിലോട്ടും നോക്കിയേ, അവരൊക്കെ എന്തുമാത്രം അരിയാഹാരമാണ് കഴിക്കുന്നത്. തമിഴൻ എന്തുമാത്രം അരിയാഹാരം കഴിക്കുന്നു. പഞ്ചാബിലുള്ള ആൾക്കാർ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും കഴിക്കുന്നില്ലേ? അവർക്കൊന്നും ഇത്തരം രോഗങ്ങൾ വരുന്നില്ലല്ലോ. വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷേ വരുന്നില്ലല്ലോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പലരും പറയുന്ന മറ്റൊരു കാര്യം, കഴിക്കേണ്ട സമയത്ത് നന്നായിട്ടങ്ങ് കഴിക്കണം. അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും കൂടെ പറ്റിയ ഭക്ഷണക്രമം ഇത് തന്നെയല്ലേ? പലപ്പോഴും പലരും ആശ്വസിക്കുന്നത് സാധാരണക്കാർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ശാസ്ത്രീയമായി പിഴച്ചത് എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞ ഭക്ഷണത്തിലെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത് അമിതമായ അളവിലുള്ള സ്റ്റാർച്ചാണ്, അഥവാ ഗ്ലൂക്കോസാണ്. ഇത്രമാത്രം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ടോ?
ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു മീഡിയം സൈസ് ഇഡ്ഡലി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നൽകുന്ന ഗ്ലൂക്കോസിന് സമാനമായ ഗ്ലൂക്കോസ് നൽകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം എന്തുമാത്രം ഗ്ലൂക്കോസാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത്. നമുക്ക് ഈ ഗ്ലൂക്കോസിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിന് അത് ഉപയോഗിക്കാനും സംഭരിക്കാനും പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഗ്ലൂക്കോസിൻ്റെ ഒരു പാർക്കിംഗ് ലോട്ടെന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് എന്നോ വിളിക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റോറേജ് സ്പേസ് ലിവറാണ്, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നിങ് സ്പേസ് ലിവറാണ്, കരളാണ്. പക്ഷേ കരളിന് വളരെയധികം ഒന്നും സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല മിക്ക ആൾക്കാരുടെയും കരളിൻ്റെ അവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് സ്പേസ് ഓൾറെഡി ഫുള്ളാണ്. അത് ഓൾറെഡി ഗ്ലൂക്കോസ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അതിനകത്ത് കൂടുതൽ ഗ്ലൂക്കോസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല. മാത്രമല്ല കരളിന് നമുക്കിനി വലുതാക്കി ആ പാർക്കിംഗ് ലോട്ട് വലുതാക്കാനും കഴിയില്ല. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒക്കുപ്പൈഡ്. പിന്നെ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുന്നതും പാർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള രണ്ടാമത്തെ സ്ഥലം പേശികളാണ്, മസിൽസാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിൻ്റെ ഒരു 80% സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സ്ഥലം പേശികളാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമ്മൾക്ക് ഈ പാർക്കിംഗ് ലോട്ട് വളരെയധികം സ്പേസ് ഇല്ല. പേശികൾ വളരെ കുറവാണ്. പേശികളുടെ സ്പേസ് അല്ലെങ്കിൽ വോളിയത്തിന് ബേസ് ചെയ്തിട്ടാണ് പാർക്കിംഗ് സ്പേസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കത് അധികം സ്പേസ് സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. മാത്രമല്ല അവിടെ ഒരു പ്രത്യേകതയുണ്ട്. വേണമെങ്കിൽ വലുതാക്കി എടുക്കാവുന്ന ഒരു പാർക്കിംഗ് ലോട്ട് മസിൽസാണ്. പക്ഷേ നിലവിലത്തെ അവസ്ഥ പലരുടെയും ഈ പാർക്കിംഗ് ലോട്ട് വളരെ തിന്നാണ്, നാരോവാണ്. പിന്നെ മൂന്നാമത്തെ ഒരു പാർക്കിംഗ് ലോട്ടാണ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയും. അതായത് കൊഴുപ്പ് ആക്കി മാറ്റി സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന കോശങ്ങളാണ്. 2 തരത്തിലുള്ള ഈ അഡിപ്പോസൈറ്റ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ശരീരത്തിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അത്തരത്തിലുള്ള കൊഴുപ്പിനെ നമ്മൾ വിളിക്കുന്നത് വിസറൽ ഫാറ്റ് എന്നാണ്. അപകടകാരിയാണ്. കാരണം ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും, അത് ചിലപ്പോൾ കരളായിരിക്കാം, പാൻക്രിയാസ് ആയിരിക്കാം, നമ്മളുടെ ഓവറി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് ചുറ്റുമാവാം. ഇവിടെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കൊഴുപ്പുകൾ ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പല ആൾക്കാരും അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് ഞെട്ടുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള ഫാറ്റി കണ്ടീഷൻസ് വിസറൽ ഫാറ്റ് മൂലം ഉണ്ടാകുന്നുണ്ട്. പിന്നെ സുരക്ഷിതമായിട്ട് ഒരുപക്ഷെ സൂക്ഷിച്ചു വെക്കാവുന്നൊരു സ്ഥലം നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ അടിയിലുള്ള അഡിപ്പോസൈറ്റ്സിലാണ്. ഇത് നമ്മൾ വിളിക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അല്ലെങ്കിൽ സ്കിൻ ഫാറ്റ് എന്ന് പറയും. അവിടെ ഒരു ഗുണം ലിബറൽ സ്പേസാണ്. എത്ര വേണോ വലുതാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സ്പേസാണിത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് ശരീരത്തിലെ കോശങ്ങൾക്ക്, പ്രത്യേകിച്ചിട്ടും തലച്ചോറിനും ഹൃദയത്തിനുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലൂക്കോസിനെ എങ്ങോട്ട് കൊണ്ട് സ്റ്റോർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിൻ നമ്മളുടെ കരളിലും പേശികളിലും അതുപോലെ തന്നെ കൊഴുപ്പിനെ ഉണ്ടാക്കാനായിട്ട് കാരണക്കാരനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ രക്തത്തിലെ റെസിഡ്യുവൽ ഇൻസുലിൻ അല്ലെങ്കിൽ അഥവാ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 5നും 7നും മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, അമിതമായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വേണ്ടി ഗ്ലൂക്കോസിലോട്ട് വരാം. അപ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ഇന്ന് കഴിക്കുന്ന ടിപ്പിക്കലായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. കാരണം ഇത്രയും അധികം ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ശേഷി, നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം ഒരു മെറ്റബോളിക് കപ്പാസിറ്റി, നമ്മുടെ ശരീരത്തിനില്ല. ഇതാണ് ഇന്ന് അമിതവണ്ണവും പ്രമേഹവും ഫാറ്റി ലിവറും ഹൃദ്രോഗവും അതുപോലെയുള്ള കൊളസ്ട്രോൾ റിലേറ്റഡ് ഇഷ്യൂസും ഹൃദയാഘാതവും അൽഷിമേഴ്സ് ഡിസീസും ഡിമെൻഷ്യയും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എവിടെയാണ് ഭക്ഷണത്തിൽ നമുക്ക് പിഴച്ചത്. നമുക്ക് ഇത്രയധികം ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്കില്ല. എന്തായിരിക്കാം ഇതിൻ്റെ സൊല്യൂഷൻ? ഒരു പക്ഷേ കഴിഞ്ഞൊരു 20 വർഷത്തിലധികമായിട്ട് ഹാർമണിയിൽ ഞാനും ഞങ്ങളുടെ ടീമിൽപ്പെട്ട ആൾക്കാരുടെ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട ഫണ്ടമെൻ്റൽ ചേഞ്ചസിനെ കുറിച്ച് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിൻ്റെ പേരാണ് 1G ഡയറ്റ്. നിങ്ങൾ 4G 5G എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ G അല്ല ഈ G ഗ്രെയിൻസ് ആണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാന്യങ്ങളുടെ ഇൻടേക്ക്, അത് ചോറായിരിക്കാം, ചപ്പാത്തി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേത് ധാന്യമാവും, അത്
ഒരു നേരമായിട്ട് മാത്രം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. 1G ഡയറ്റ് ആൾക്കാരുടെ മെറ്റബോളിസത്തിലും ആൾക്കാരുടെ രോഗപ്രതിരോധത്തിലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രോഗങ്ങളുള്ള ആൾക്കാർക്ക് തിരിച്ച് ആരോഗ്യത്തിലൂടെ തിരിച്ചു വരാനും ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അത്ഭുതകരമായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ടു ചേഞ്ച് യുവർ ഡയറ്റ് ഈസ് ടു ഷിഫ്റ്റ് ടു എ 1G ഡയറ്റ്. ഒരു കാര്യം മറന്നു പോകരുത്, പാർക്കിംഗ് സ്പേസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് സമാന്തരമായിട്ട് സംഭവിക്കേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പേശികളുടെ വലിപ്പം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള വ്യായാമ രീതികൾ തീർച്ചയായിട്ടും ഇതിന് അനുബന്ധമായിട്ട് നടക്കേണ്ട ഒന്നാണ്. കാരണം ഡയറ്റിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചില വേരിയേഷൻസിനെ ഡെഫിനറ്റ്ലി ബാക്കപ്പ് ചെയ്യാൻ നല്ല പേശികൾ നമ്മളെ സഹായിക്കും. എന്താണ് ഈ 1G ഡയറ്റ്? അതൊരു ലോ കാർബോഹൈഡ്രേറ്റ്, ഹൈ പ്രോട്ടീൻ, ഹൈ ഫാറ്റ്, ഹൈ ഫൈബർ ഡയറ്റാണ്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഈ 1G ഡയറ്റിനെ ആ ഒരു ഫിലോസഫിയെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച് ടു ഡയറ്റാണ് ഡയറ്റ് 1 എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതൊരു വളരെ വിശാലമായ ടോപ്പിക്കാണ്. ഇതിൻ്റെ ഭക്ഷണ രീതികളും ഭക്ഷണക്രമങ്ങളും ഒക്കെ തന്നെ വിശദമാക്കുന്ന നിരവധി വീഡിയോകളുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ ഭക്ഷണത്തിൽ ഈ ഗ്ലൂക്കോസ് ഇൻടേക്ക് കുറച്ചേ മതിയാവുള്ളൂ. അതോടൊപ്പം ഈ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെറ്റബോളിസം ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും നമുക്ക് നടത്തിയെടുക്കാമെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് കേരള ഡയറ്റ് SKD മൂലമുണ്ടാകുന്ന അപകടങ്ങളെ ഒഴിവാക്കാവുന്നത് മാത്രമല്ല, ഇന്നത്തെ ഒരു ജീവിത രീതിക്ക് പറ്റുന്ന ഒരു അപ്ഗ്രേഡഡ് ഡയറ്റിലൂടെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും.